വിഷ്ണു ഒരു അന്യജാതി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവൻ ഗ്രാമത്തിൽ നിന്നും പോകണമെന്ന് ഒരു ശിക്ഷയും കിട്ടി. വിഷ്ണുവും അപർണയും മകൾ പല്ലവിയോടൊപ്പം ഒരു നദിയുടെ കരയിൽ ജീവിച്ചു വന്നു. ദിവസവും അതിരാവിലെ വിഷ്ണു കൂലിപ്പണി ചെയ്യാനായി ഗ്രാമത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. വഴിയിൽ അവൻ പല്ലവിയെയും അവളുടെ സ്കൂളിൽ വിടുമായിരുന്നു. ഇവിടെ വീട്ടിൽ അപർണ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വീട്ടുജോലികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടും അവൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നദിയിൽ നിന്നും മീൻ പിടിക്കുമായിരുന്നു. ദിവസവും ഇങ്ങനെ മീനുകളെ പിടികൂടി അപർണ ഈ ജോലിയിലൊരു എക്സ്പേർട്ടായി മാറി. ഇപ്പോൾ അവൾക്ക് തന്റെ കൈകൾ കൊണ്ട് തന്നെ മീൻ പിടികൂടാൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ നല്ല ദിവസമാ. വീട്ടിൽ ചെന്ന് ഞാൻ മീൻ വറുക്കും. അപർണ ആ നദിയിൽ നിന്നും പിടികൂടിയ എല്ലാ മീനുകളെയും വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി നല്ലതുപോലെ ശുദ്ധീകരിച്ച് പാകം ചെയ്യുമായിരുന്നു. ഇതിന്റെ മണം വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ രുചിയും നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വൈകുന്നേരം വിഷ്ണുവും പല്ലവിയും വീട്ടിലേക്ക് വരുമ്പോൾ അപർണ അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കൂടെ മീനും വിളമ്പിക്കൊടുത്തു. രുചിച്ച് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അമ്മേ, ഇതിൽ രുചിച്ചു നോക്കാൻ എന്താ ഉള്ളേ? നിങ്ങൾ ചെയ്തെങ്കിൽ വളരെ നന്നായിരിക്കും. ഓ അതെയോ? അതെ അമ്മേ. നിങ്ങൾ ഉണ്ടാക്കുന്ന മീനുകളൊക്കെ എന്റെ സ്കൂളിലേക്ക് അയക്കില്ലേ? അപ്പോഴേക്ക് എന്റെ ഫ്രണ്ട്സ് അത് വിടാതെ കഴിക്കും. നിങ്ങളുടെ അമ്മ വളരെ നന്നായി മീനുണ്ടാക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാര്യം. അതെ അതെ, നിന്നെ പോലെ ആർക്കും തന്നെ മീൻകറി വെക്കാനേ സാധിക്കില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. മീനെന്ന് പറഞ്ഞതും എനിക്കൊരു കാര്യം തോന്നി. ഞാൻ കുറെ മീനുകൾ പിടിച്ച് അത് മാർക്കറ്റിൽ വിൽക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കിട്ടും. ആ, നിനക്ക് വിൽക്കാം. നീ നന്നായി മീനുകളെ പിടികൂടുമല്ലോ. അപ്പൊ നാളെ മുതൽ ഞാൻ പണി തുടങ്ങാം. അടുത്ത ദിവസം അപർണ ഒരുപാട് മീനുകളെ പിടികൂടി. എന്നിട്ട് ആ മീനുകളെല്ലാം ഒരു കുട്ടയിലാക്കി മാർക്കറ്റിലേക്കും പോയി. നല്ല നല്ല മീനുകൾ. ഇന്നാണ് നദിയിൽ നിന്ന് പിടിച്ച മീനുകൾ. നല്ല വെള്ളത്തിൽ നിന്ന് എടുത്ത മീനാണോ? ആ ചേച്ചി, ഇതൊക്കെ നദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനുകളാണ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ട. ഒരുപാട് ആൾക്കാർ അപർണയുടെ മീൻ കണ്ട് അടുത്തേക്ക് വന്നു. എന്നാൽ കുറച്ചുപേർ മാത്രമേ മീൻ വാങ്ങിയുള്ളൂ. ഇത് കണ്ട് അപർണ ഒരുപാട് വേദനിച്ചു. സാരമില്ല, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാ എന്റെ മീനുകളൊക്കെ വിറ്റുപോകും. അപർണ തന്നെത്താനെ സമാധാനപ്പെടുത്തി. പിന്നെ കുട്ടയും എടുത്ത് അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസവും അപർണ നല്ല നല്ല മീനുകൾ പിടികൂടി. എന്നിട്ട് അത് വിൽക്കാനായി മാർക്കറ്റിലേക്കും പോയി. മീൻ വാങ്ങിക്കോളൂ, നല്ല നല്ല മീനുകൾ. ഇന്നും അവസ്ഥ അത് തന്നെ. മീനുകൾ അധികം വിറ്റതേയില്ല. ഇങ്ങനെ ഒരുപാട് ദിവസം സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അപർണയുടെ മനസ്സ് വേദനിച്ച് അവൾ ഒരുപാട് ദുഃഖിതയായി. അവൾ മീനുകൾ നിറച്ച കുട്ടയുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ വിഷമത്തോടെ അവൾ പാചകം ചെയ്തു. വിഷ്ണു വീട്ടിലേക്ക് വന്നപ്പോൾ അപർണ അവിടെ ഇരിക്കുന്നത് കണ്ട് അപർണയുടെ മൂഡ് ശരിയല്ല എന്നവന് മനസ്സിലായി. അപർണ, എന്തു പറ്റി? മീൻ വിറ്റ് കുറച്ച് പൈസ സമ്പാദിക്കാമെന്നാണ് വിചാരിച്ചേ. പക്ഷെ ആരും എന്റെ മീനുകൾ വാങ്ങുന്നേയില്ല. നിനക്ക് മീൻ വിൽക്കുന്നതിന് പകരം മീൻ കറി വിറ്റുകൂടെ? ആ, എല്ലാവരും വാങ്ങിക്കോളും. എന്താ ഏട്ടാ, കളിയാക്കുകയാണോ? അയ്യോ, അല്ല അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ വെച്ചുണ്ടാക്കുന്ന മീൻ കറിക്ക് എന്ത് രുചിയാണെന്ന് നിനക്കറിയാമോ? എന്നിരുന്നാലും മീനിനെ പിടികൂടുന്നത് നീയല്ലേ. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്കും നിനക്ക് വിൽക്കാം. നീ നന്നായി ഒന്ന് ആലോചിക്കേ. വിഷ്ണു ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോൾ അപർണയും വിഷ്ണു പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും എന്റെ മീൻകറി പുകഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഒരു വട്ടം ശ്രമിച്ചു നോക്കിയേക്കാം. എങ്ങനെയായാലും എനിക്ക് പൈസ സമ്പാദിച്ചാൽ മതിയല്ലോ. മീനുകൾ വിറ്റ് അല്ലെങ്കിൽ മീൻകറി വിറ്റ് എന്തായിരുന്നാലും എന്താ. ഇപ്പോൾ അപർണയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അവൾ വീണ്ടും ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം അപർണ നല്ല മീനുകൾ പിടികൂടി അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്തുകൊണ്ടിരുന്നു. പാചകം ചെയ്തതിനു ശേഷം അപർണ ഒരു പാത്രത്തിൽ മീനുകളെല്ലാം വെച്ചു. പിന്നെ മറ്റൊരു പാത്രത്തിൽ ഫ്രൈസും വെച്ചു. പിന്നെ അവൾ ഒരു സഞ്ചിയും എടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അപർണ മാർക്കറ്റിൽ എത്തി. മീൻ കറി വെറും 25 രൂപയിൽ മീൻ കറി. മീൻ പാത്തെന്ന് കേട്ടതും കസ്റ്റമേഴ്സ് എല്ലാവരും വരാൻ തുടങ്ങി. ഈ മീൻ ഫ്രഷ് അല്ലേ? അതെ,
ഇന്ന് രാവിലെ പിടിച്ചതാണ്. ശരി ശരി, എനിക്ക് ഒരു പ്ലേറ്റ് തരൂ. അപർണയപ്പോൾ അയാൾക്ക് ഒരു പ്ലേറ്റ് മീൻ ബാത്ത് കൊടുത്തു. അയാൾ അവിടെ തന്നെ നിന്ന് അത് മുഴുവനും കഴിച്ചു തീർത്തു. ആ മീനിന്റെ മണം അവിടെ മുഴുവനും പടർന്നു. അത് കാരണം വീണ്ടും കുറച്ചുകൂടി കസ്റ്റമേഴ്സ് അപർണയുടെ അടുത്ത് വന്നു. എനിക്കും ഒരു പ്ലേറ്റ് തരൂ. ആ ശരി. കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അപർണയും അവർക്ക് മീൻ ബാത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഓരോ പ്ലേറ്റിനും അവൾക്ക് 25 രൂപയും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ മീൻ ബാത്ത് മുഴുവനും കാലിയായി. അങ്ങനെ അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. വൈകുന്നേരം വിഷ്ണു വീട്ടിൽ വന്നതും അപർണ പല്ലവിക്കും അവനും ജിലേബിയും കൊടുത്തു. ജിലേബി? അയ്യോ, ഇതെന്താ സ്പെഷ്യലാണല്ലോ. നിങ്ങളത് കഴിക്കൂ, പറയാം. 3 പേരും ജിലേബി കഴിച്ചു. പിന്നെ അപർണ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിഷ്ണുവിനോടും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ മീൻ ബാത്ത് എല്ലാവരും രുചിയോടെ കഴിക്കുമെന്ന്. എനിക്കും കുറച്ച് മീൻ ബാത്ത് ഇട്, ഞാൻ കഴിക്കട്ടെ. അയ്യോ, അതൊക്കെ തീർന്നു പോയല്ലോ. എന്താ? അങ്ങനെ അന്നു മുതൽ അപർണയുടെ മീൻ ബാത്ത് കച്ചവടം വളരെ നന്നായി നടന്നു. അപർണ എപ്പോൾ മാർക്കറ്റിൽ വരുമെന്ന് കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുന്ന അവസ്ഥയിലായി. ദേ അവിടെ നോക്കൂ, മീൻ കടക്കാരി വന്നു. അവൾ അവിടെ വരുന്നതും അവൾക്ക് ചുറ്റിനും വലിയൊരു കൂട്ടം തന്നെ കൂടും. അവൾ സമ്പാദിച്ച പണം കൊണ്ട് അപർണ അവരുടെ വീടും നന്നാക്കിയെടുത്തു. വിഷ്ണുവും അപർണയെ മീൻ ബാത്ത് ഉണ്ടാക്കി വിൽക്കുന്നതിൽ അവളെ സഹായിക്കുമായിരുന്നു. വിഷ്ണു ഇപ്പോൾ കൂലിപ്പണിയും നിർത്തി. ഭാര്യയും ഭർത്താവും ഇപ്പോൾ മീൻ ബാത്ത് വിറ്റുകൊണ്ടിരുന്നു. അവർ മാർക്കറ്റിൽ ഒരു കടയും തുറന്നു. അവരുടെ മീൻ ബാത്ത് ബിസിനസ് വളരെ സൂപ്പറായി പോയി. പിന്നെ കുറച്ചു നാൾ കൊണ്ട് തന്നെ അപർണ ഗ്രാമത്തിൽ മീൻ കടക്കാരി എന്ന പേരിൽ പ്രശസ്തിയായി. ഇപ്പോൾ അവളുടെ കുടുംബം മുഴുവനും ഈ ജോലിയിൽ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അബ്ദുൾ മിയായുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ 3 കുട്ടികളും അനാഥരായി. ഇപ്പോൾ അവർക്ക് അച്ഛന്റെ സാന്ത്വനം നഷ്ടപ്പെട്ടു. നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ കുടുംബം എങ്ങനെ നോക്കും? പ്രായപൂർത്തിയായ 2 കുട്ടികളെ ഞാൻ എങ്ങനെ കെട്ടിച്ചയക്കും? യാ അല്ലാ, കരുണ കാണിക്കല്ല. അമ്മേ, പുറത്തുപോയി ഞങ്ങൾ ജോലി നോക്കട്ടെ. പക്ഷെ നിനക്ക് എന്ത് ജോലി കിട്ടും? എനിക്കൊരു ജോലി മാത്രമാണ് നന്നായിട്ട് അറിയാവുന്നത്, പാചക ജോലി. നമുക്കൊരു ബിരിയാണി കട തുടങ്ങിയാലോ? പക്ഷേ അതിന് കുറെ കാശ് ആവശ്യപ്പെടുമല്ലോ. പണത്തെ പറ്റിയോർത്ത് നിങ്ങൾ വിഷമിക്കല്ലേ. എന്റെ അടുത്ത് കുറച്ച് സ്വർണ്ണമുണ്ട്. ഒരു ദിവസം എല്ലാം ശരിയാകുമ്പോ ആ സ്വർണമെല്ലാം തിരിച്ചെടുക്കാമല്ലോ. പക്ഷെ അമ്മേ, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി തന്നതല്ലേ. മകളെ, എനിക്ക് സ്വർണത്തിനേക്കാൾ വലുത് നിങ്ങളാണ്. ഇതിലെന്താണുള്ളത്? നമുക്കത് വീണ്ടും വാങ്ങിക്കാലോ. ശരി അമ്മേ. ഷിഫാനി അവളുടെ അമ്മയുടെ സ്വർണമെല്ലാം വാങ്ങിച്ചു. പണയം വച്ചതിന് ശേഷം അവൾക്ക് 20,000 രൂപ കിട്ടി. ആ പണം വെച്ചിട്ട് അവർ ഒരു ബിരിയാണി കട ആരംഭിച്ചു. അവർ 3 പേരും ചേർന്ന് ആ കടയിൽ ജോലി നോക്കാൻ ആരംഭിച്ചു. വരൂ വരൂ, ചൂടുള്ള ബിരിയാണി ഉണ്ട്. ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വരും. വരൂ, ചൂടുള്ള ബിരിയാണി വരൂ. നിറയെ പേര് അവിടെ ബിരിയാണി കഴിക്കാൻ വന്നു. ആ കടയിലെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓ, ബിരിയാണി നന്നായിട്ടുണ്ട്. ഇത്രയും രുചിയുള്ള ബിരിയാണി എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. അതെ അതെ, ബിരിയാണി നന്നായിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ്. എന്റെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി. വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ പതിയെ പതിയെ ബിരിയാണി കടയിൽ കച്ചവടം വർദ്ധിച്ചു. ബിരിയാണി കടയിൽ ആളുകളുടെ തിരക്ക് കൂടി. എനിക്ക് 2 ബിരിയാണി പാഴ്സൽ വേണം. ആ ശരി ചേച്ചി. എനിക്കും 2 വേണം. ഇപ്പൊ നദീന് ഉറക്കെ ആരെയും വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. കടയിൽ ഓരോ ദിവസവും തിരക്ക് വർദ്ധിച്ചു വന്നു. അവർ 3 പേരും ചേർന്ന് ഓർഡർ എടുക്കാൻ തുടങ്ങി. ഇതാ നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം. ഇത് നിങ്ങളുടെ. ഇത് നിങ്ങളുടെ. 1 മാസത്തിന് ശേഷം ഷിഫ സമ്പാദിച്ച പണം എണ്ണിക്കൊണ്ടിരുന്നു. ഇന്നാ അമ്മേ, ഈ മാസത്തിൽ കിട്ടിയ ലാഭം 20,000 രൂപ. എന്ത്? അതെ അമ്മേ, സത്യമാണ്. 20,000 രൂപ. ഇത്രയും അധികം പണമോ? നമ്മൾ ചെയ്യുന്ന ബിരിയാണി നാട്ടുകാർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും കടയില് കസ്റ്റമറിന്റെ കൂട്ടാണുള്ളത്. യാ അല്ലാ, അങ്ങേക്ക് എന്റെ കോടാനുകോടി പ്രണാമം. നീ എന്റെ മക്കളെ അവരുടെ ജോലിയിൽ വിജയിപ്പിച്ചതിന് ഒത്തിരി നന്ദി. അമ്മേ, അടുത്ത മാസം അമ്മയുടെ സ്വർണമെല്ലാം തിരിച്ചെടുക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. ആ ദിവസം ഷിഫയുടെ കുടുംബത്തിൽ എല്ലാവരും സന്തോഷമായിരുന്നു. അവരുടെ പിതാവ് മരിച്ചതിനു ശേഷം ഇന്നാണ് ആ കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും വിളയാടിയത്. അവര് 3 പേരും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവര് 3 പേരും ജോലി ചെയ്തു. ഇതെല്ലാം നമ്മുടെ 3 പേരുടെയും ഐക്യത്തിൽ നടന്നതാണ്. സത്യമാണ് ചേച്ചി. പിന്നെ നമ്മൾ എപ്പോഴും ഇതുപോലെ ഒന്നായിട്ടുണ്ടാവണം. അതെ, എപ്പോഴും.
കുറച്ചു മാസത്തിന് ശേഷം 3 പേരും വണ്ടിക്കട വിട്ട് ഹോട്ടൽ ആരംഭിച്ചു. നദീൻ കൗണ്ടറിലിരിക്കാനും ഷിഫായും സനായും ബിരിയാണി ഉണ്ടാക്കാനും തുടങ്ങി. നദീം മോനെ, അതേ ടേസ്റ്റ് തന്നെ വണ്ടിക്കടയിൽ വെച്ചതുപോലെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതല്ലേ ഞങ്ങളുടെ അമ്മയുടെ റെസിപ്പി. ചേട്ടാ, ഈ ടേസ്റ്റ് തീർച്ചയായിട്ടും മാറുകയില്ല. ജനങ്ങൾ എപ്പോഴും അവരുടെ ബിരിയാണിയുടെ രുചിയെ പറ്റി പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഇവർക്ക് പാർട്ടി ഓർഡേഴ്സും കിട്ടാൻ തുടങ്ങി. മോനെ, എന്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്, അതുകൊണ്ട് 100 പേർക്കുള്ള ബിരിയാണി വേണം. തീർച്ചയായിട്ടും ചേട്ടാ, നാളെ തന്നെ കിട്ടും. പക്ഷേ അതേ രുചി ഉണ്ടാവണം, അതായത് ഇവിടെ കിട്ടുന്ന പോലെ തന്നെ. തീർച്ചയായിട്ടും ചേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ. നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട, ചേട്ടൻ ഓർഡർ കൊടുത്തിട്ട് പോ. 3 പേരും ഒരുപാട് സന്തോഷപ്പെട്ടു. അവരുടെ ബിസിനസ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം, എന്തു പറ്റി? ഈ ഓർഡർ എന്താ ഇവിടെ? കാദി സാർ വീട്ടിൽ നിൽക്കുകയായിരുന്നു, പക്ഷേ അതെന്തോ നിന്നുപോയി, അതുകൊണ്ട് റിട്ടേൺ ചെയ്തതാണ്. എന്ത് ചെയ്യാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. യാ അല്ലാ, അവര് ഭയങ്കര പാവമാണ്. നീ ഒരു കാര്യം ചെയ്, ഇതെല്ലാവർക്കും കൊടുക്ക്. നമ്മുടെ ഗാദി അയ്യാക്ക് അതിന്റെ പുണ്യം കിട്ടും. ശരി മാ. തന്റെ ചേച്ചി പറഞ്ഞത് പ്രകാരം നദീൻ പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാം തന്റെ ബിരിയാണി കൊണ്ടുപോയി കൊടുത്തു. അവൻ അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ ഹോട്ടലിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ സന അവിടെ ഉണ്ടായിരുന്നു. ആപ്പ എവിടെ? അവള് വീട്ടിലേക്ക് പോയി. എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ആപ്പ എന്തിനാ ഇത്രയും ബിരിയാണി പുറത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞത്? അതും വെറുതെ. നീ എന്താ പറയുന്നേ? സന, ഇന്ന് കാദി സാർ വീട്ടിൽ നിൽക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം 100 പേർക്കുള്ള ഓർഡർ ആയിരുന്നു തന്നത്. പക്ഷെ എന്തോ കാരണം കൊണ്ട് അവര് നിക്കാൻ നിന്നുപോയി. ഇപ്പൊ ബിരിയാണി അതേപോലെ നിന്നു. ഞാൻ ആ ബിരിയാണി വിൽക്കാന്ന് വിചാരിച്ചു, പക്ഷെ ആപ്പ അത് വന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു ആൾക്കാർക്ക്. ഇതൊരു ശരിയായ തീരുമാനമല്ലല്ലോ. ആ ബിരിയാണി കൊണ്ട് നമുക്ക് കാശുണ്ടാക്കായിരുന്നു ആപ്പ. ആ അതെ, ശരിയാണ്. നമ്മുടെ ചേച്ചിക്ക് ഭയങ്കര നിർമ്മല മനസ്സാണ്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കാം. നമുക്ക് ഒരുപാട് കാശ് കിട്ടിയല്ലോ, ഇനി നമുക്ക് പാവങ്ങളെ സഹായിച്ചുകൂടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ. ലാഭവും നഷ്ടമൊന്നും നോക്കിയിട്ടുണ്ടാവില്ല ചേച്ചി. ഇരിക്കാം, പക്ഷേ. അപ്പോൾ ഷിഫ അവിടേക്ക് വന്നു. ഷിഫയെ കണ്ടതും സനയും നദീനും അവരുടെ സംസാരം നിർത്തി. ബിരിയാണി പാവങ്ങൾക്ക് കൊടുത്തില്ല നീ? ആ എല്ലാം കൊടുത്തു. ഗാദി അയ്യാക്ക് അതിന്റെ പുണ്യം കിട്ടട്ടെ അല്ലേ. അവർക്ക് എല്ലാവരുടെയും അനുഗ്രഹം നല്ലതല്ലേ. തീർച്ചയായും. സനയ്ക്കും നദീനും ചേച്ചിയുടെ ഈ തീരുമാനം തികച്ചും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവരുടെ ബിസിനസ് തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് വലിയ ഓർഡർ എല്ലാം കിട്ടാൻ തുടങ്ങി. അവരുടെ ഹോട്ടലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഓർഡർ കൂടി ക്യാൻസലായി. നദീൻ, അൻസാരിയുടെ ഓർഡർ ക്യാൻസലായി. നീ ബിരിയാണി കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്ക്. ശരിയാപ്പാ. നദീൻ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അവന് മനസ്സുണ്ടായിരുന്നില്ല. ഷിഫ വീട്ടിലേക്ക് പോയതിനു ശേഷം സനയും നദീനും ഇപ്രകാരം പറഞ്ഞു. നമുക്ക് ഈ ബിരിയാണി വിറ്റൂടെ? ഇപ്പൊ രാത്രി 10 മണിയായല്ലോ. കസ്റ്റമർ എപ്പോ വേണമെങ്കിലും വരാം. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് അകത്ത് വെക്കാം. രാവിലെ ആദ്യം ഇത് വിൽക്കാം. ഇതാണ് ശരി. അവര് രണ്ടുപേരും ചേർന്ന് ആ ബിരിയാണി എടുത്തു വെച്ചു. പിറ്റേ ദിവസം രാവിലെ കസ്റ്റമേഴ്സിന് ആ ബിരിയാണിയാണ് കൊടുത്തത്. രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, ലാഭം 2 മടങ്ങിൽ കിട്ടുന്നതിന്. പക്ഷെ ഷിഫാക്ക് ഈ വിവരമൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏതെങ്കിലും ഓർഡർ ക്യാൻസൽ ആയാൽ പിറ്റേ ദിവസം നദീനും സനയും ആ ബിരിയാണിയാണ് കസ്റ്റമേഴ്സിന് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ പല മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഈ പഴയ ബിരിയാണി ഒരു റെഗുലർ കസ്റ്റമർ കഴിക്കാൻ ആരംഭിച്ചു. മൂന്നേ നദീം, എന്തോ ഒരു തെറ്റുണ്ടല്ലോ. ബിരിയാണിയിൽ ആ രുചിയില്ലല്ലോ. അത് എങ്ങനെ ചേട്ടാ നടക്കും? ഞങ്ങൾ എപ്പോഴും പോലെയാണല്ലോ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. ശരി മോനെ. അങ്ങനെ ക്രമേണ കസ്റ്റമേഴ്സിനെല്ലാം ബിരിയാണി ടേസ്റ്റ് മാറുന്നത് മനസ്സിലായി. ആ രുചി കസ്റ്റമേഴ്സിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പതിയെ ഹോട്ടലിന്റെ വ്യാപാരം കുറഞ്ഞു. അപ്പോഴാണ് ഷിഫ ആലോചിച്ചത്, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? എന്താണ് കസ്റ്റമേഴ്സ് ആരും വരാത്തത്? ഇങ്ങനെ പോയാൽ കച്ചവടം നഷ്ടത്തിലാവില്ലേ? നദീന് അവന്റെ തെറ്റുകൾ മനസ്സിലായി. അവൻ ചേച്ചിയെ നോക്കി കരയാൻ ആരംഭിച്ചു. എല്ലാം ഞങ്ങളുടെ തെറ്റാണ്. പഴയ ബിരിയാണി എടുത്താണ് ഞങ്ങൾ കസ്റ്റമറിനൊക്കെ കൊടുത്തത്. എന്ത്? നദീൻ അവന്റെ ചേച്ചിയോട് അവൻ ചെയ്ത തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞു. നീ എന്തിനങ്ങനെ ചെയ്തത്? അത്യാഗ്രഹം ചിന്തിച്ച് നീ ബിസിനസ് നഷ്ടത്തിലാക്കിയില്ലേ? നമ്മൾ ഇനി എങ്ങനെ കസ്റ്റമേഴ്സിനെ തിരികെ കൊണ്ടുവരും? ഞങ്ങളോട് ക്ഷമിക്കണേ ചേച്ചി. ഞങ്ങൾക്ക് അറിയില്ല ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്ന്. നിന്റെ അത്യാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. 3 പേരും ആലോചിക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഷിഫ ഒരു വഴി കണ്ടെത്തി. ഷിഫ ഒരു ബോർഡ് എഴുതി വെച്ചു. ഞങ്ങളോട് എല്ലാവരും ക്ഷമിക്കണേ. ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് നിങ്ങൾ എല്ലാവരും പഴയ ബിരിയാണി കഴിക്കേണ്ടി വന്നു.
ഞങ്ങൾക്കതിൽ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് എല്ലാവർക്കും ബിരിയാണി സൗജന്യമായി നൽകുന്നതാണ്. ഇങ്ങനൊരു ബോർഡ് ഷിഫ ഹോട്ടലിന്റെ പുറത്ത് വെച്ചു. കസ്റ്റമേഴ്സ് എല്ലാരും ആ ബോർഡ് കണ്ടു. സൗജന്യമായ ബിരിയാണി കഴിക്കാൻ എല്ലാവരും വന്നു. വീണ്ടും ആ ബിരിയാണിയുടെ ടേസ്റ്റ് കസ്റ്റമേഴ്സിനെല്ലാം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇത് ആ പഴയ ടേസ്റ്റ് തന്നെയാ. അതെ അതെ, നന്നായിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് ബിരിയാണി എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തു. അങ്ങനെ അവരുടെ മനസ്സിലെ കഷ്ടമെല്ലാം മാറി. കസ്റ്റമേഴ്സ് എല്ലാം തിരിച്ചു ഹോട്ടലിലേക്ക് വന്നു. സനയ്ക്കും നദീനും എല്ലാം മനസ്സിലായി അത്യാഗ്രഹം ആപത്താണെന്ന്. അങ്ങനെ വീണ്ടും അമ്മയുടെ ബിരിയാണി പ്രശസ്തമായി. സുനിലും ആസിഫും രണ്ടുപേരും കൂട്ടുകാരാണ്. രണ്ടുപേരും ഒരേ ഗ്രാമത്തിലാണ് ജീവിച്ചു വരുന്നത്. രണ്ടുപേരും ഒന്നിച്ച് മുള വെട്ടാനായി പോകും. നമ്മൾ കാട്ടിന്റെ അടർന്ന പകുതിയിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. അവിടെ വലിയ വലിയ മൂങ്ങിൽ കാടുകൾ ഉണ്ടാവുന്ന പറയുന്നത്. പക്ഷെ അവിടെ പോകണമെങ്കിൽ നമ്മൾ ഈ നദികളൊക്കെ കടന്നു പോകണ്ടേ? തിരിച്ചു വരുമ്പോൾ നദീന്റെ വെള്ളം കൂടിയാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് കടന്നു വരിക? നമ്മൾ നദിയിൽ വെള്ളം കുറവായിട്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കടന്നു വന്നേക്കാം. നമുക്ക് വേഗം തന്നെ മൂങ്ങിലൊക്കെ വെട്ടിയിട്ട് തിരിച്ചു വന്നേക്കാം. വലിയ വലിയ മൂങ്ങിൽ മരത്തിന് നല്ല കാശ് കിട്ടുന്ന പറയുന്നത്. നീ അത് ആലോചിച്ചോക്ക്. അതും ശരിയാണ്. ശരി, നാളെ തന്നെ പോവാം. അടുത്ത ദിവസം മുതൽ സുനിലും അസീബും വലിയ കാട്ടിനകത്തേക്ക് ചെന്നു. ഇവിടെ വലിയ വലിയ മൂങ്ങിൽ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നീളമായിട്ടും ഉണ്ട്. വ്യാപാരി ഇതിന് നല്ല വില തരുന്നാ തോന്നുന്നത്. ആ ഒരുപാട് മുളകളെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും സന്തോഷപ്പെട്ടു. അവർ ആ മുളകളെയൊക്കെ വെട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. വാ വാ, ഇതുപോലെ വലിയ മൂങ്ങിൽ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഇതിന് വിലയും നന്നായിട്ടുണ്ടാവല്ലോ. ആഹാ, ഒരു മൂങ്ങിലിന് 200 റുപ്യാണ് തരുന്നത്. നിങ്ങൾ മൊത്തം 5 മൂങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ള 1000 റുപ്യുണ്ട്. 1000 രൂപ കിട്ടിയതിൽ രണ്ടുപേർക്കും വളരെ സന്തോഷം തോന്നി. ആ പണം രണ്ടുപേരും സമമായി പങ്കുവെച്ചെടുത്തു. ദിവസം ചെറിയ ചെറിയ മൂങ്ങിലെടുത്തിട്ട് 300 റുപ്യാണ് നമ്മൾ കാശുണ്ടാക്കിയത്. ഇന്ന് നമുക്ക് 500 റുപ്യ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിനു ശേഷം നമ്മൾ ആ കാട്ടിന്റെ അടർന്ന പകുതിയിലേക്കാണ് പോകേണ്ടത്. ആഹാ, അന്നു മുതൽ അവർ രണ്ടുപേരും നദി കടന്ന് മുള വെട്ടാനായി പോകും. പിന്നെ വ്യാപാരിയും അവർക്ക് നല്ല കാശ് നൽകി. ഒരു ദിവസം രാവിലെ രണ്ടുപേരും മുളകൾ വെട്ടാനായി ചെന്നു. ചേട്ടാ, അമ്മ എന്താ പറഞ്ഞ വെച്ചാൽ കുറച്ച് ബസാറിൽ പോയിട്ട് അരിയും മസാല വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ പനീരും വാങ്ങാനുണ്ട്. ശരി, എന്നാ വരൂ, നമുക്ക് ബസാറിലേക്ക് പോവാം. പിന്നെ അവിടുന്ന് നമുക്ക് നദി കടന്നിട്ട് കാട്ടിലേക്ക് പോവാം. ഹാ, ഒരേ നേരത്തിന് നമുക്ക് 2 ജോലി നടക്കും. അവർ രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോയി അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ എല്ലാം അവർ വാങ്ങി. ഇത് കണ്ടില്ലേ, എനിക്ക് വളരെ ശുദ്ധമായ പനീർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു പിടി തന്നെ. ഞാനും കഴിക്കാൻ വന്നോളാം. ആ വരൂ. നീ വരണ്ടെന്ന് പറഞ്ഞാലും വരുമല്ലോ. നമുക്ക് നദി കടന്നു പോവാം. മൂങ്കിൽ വെട്ടിയിട്ട് നമുക്ക് വിൽക്കാനുണ്ടല്ലേ. ആഹാ, പിന്നീട് അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോകാനായി തിരിച്ചു. എല്ലാ ദിവസത്തെയും പോലെ അവർ രണ്ടുപേരും നദി കടന്ന് ആ കാട്ടിനകത്തേക്ക് ചെന്നു. മുളകൾ വെട്ടാൻ തുടങ്ങി. പെട്ടെന്ന് നല്ല മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ വീട്ടിലേക്ക് വേഗം പോണം. നദിയിൽ ഇപ്പൊ വെള്ളം കൂടിയിട്ടുണ്ടാവും. ഹാ, പക്ഷെ ഇനി എക്സ്ട്രാ ഒരു മൂങ്കിൽ കൂടെ നമുക്ക് കട്ട് ചെയ്യണം. ഹാ, മഴ വളരെ ശക്തമായി പെയ്തു. കുറച്ചു സമയത്തിനകം തന്നെ അവർ മുളകളൊക്കെ വെട്ടിക്കഴിഞ്ഞു. പിന്നീട് അവർ ആ മുളകളൊക്കെ കെട്ടിയെടുത്ത് ആ നദിക്കരയിലേക്ക് വന്നു. പക്ഷെ നദിയിൽ മഴ കാരണം വെള്ളം അധികമായിരുന്നു. നദിയിൽ വല്ലാതെ വെള്ളം കൂടിയിട്ടുണ്ടല്ലോ ചേട്ടാ. ഈ നിലമിൽ നമ്മൾ നദിയിൽ പോയാൽ വളരെ ആപത്താണ്. ഹാ, നമുക്ക് കുറച്ചു നേരം കാട്ടിൽ കാത്തിരുന്നാലോ? ഹാ, അവിടെ കുറച്ച് ദൂരം പോയ ഒരു ഗുഹയുണ്ട്. നമുക്ക് അവിടെ പോയി താമസിക്കാം. രണ്ടുപേരും ഒരു ഗുഹയ്ക്കകത്തേക്ക് ചെന്നു. ആ ഗുഹയിൽ നേരത്തെ തന്നെ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് കത്തിക്കാം. കുറച്ച് ചൂടെങ്കിലും കിട്ടുമല്ലോ. അസീഫ് വാങ്ങിച്ച ആ സാധനങ്ങളിൽ ഒരു തീപ്പട്ടിയും ഉണ്ടായിരുന്നു. അസീഫ് ആ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് തീ കത്തിച്ചു. പിന്നെ രണ്ടുപേരും ചേർന്ന് ചൂട് കായാൻ തുടങ്ങി. വല്ലാണ്ട് വിശക്കുന്നുണ്ട് പാ. എനിക്കും. നോക്ക്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലോ? കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് റേഷൻ നമ്മളടുത്തുണ്ടല്ലോ. പക്ഷെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനാ? ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് അസീഫിന്റെ ശ്രദ്ധയിൽ ആ മുള കണ്ടത്. നമ്മളടുത്ത് മൂങ്ങിലുണ്ടല്ലോ. മൂങ്ങിലിനെ കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? നിങ്ങൾ ഈ മൂങ്ങിൽ ബിരിയാണി കണ്ടിട്ടില്ലേ? ഇല്ല.
മൂങ്ങിൽ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷെ നമ്മളടുത്ത് ഇറച്ചിയൊന്നും ഇല്ലല്ലോ. ഇറച്ചി ഇല്ലെങ്കിൽ എന്തിനാ, നമ്മളടുത്ത് പന്നീരുണ്ടല്ലോ. പന്നീർ കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. പക്ഷെ എങ്ങനെ? ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ആസിഫ് 2 മുള കഷ്ണങ്ങൾ വെട്ടിയെടുത്തു. അവരുടെ കയ്യിലുണ്ടായിരുന്ന അരി നല്ല രീതിയിൽ കഴുകിയെടുത്തു. ആ മുള കഷ്ണത്തിനകത്ത് അരി, മസാല, വെള്ളം, ഉപ്പ്, പിന്നെ പന്നീരും ചേർത്തു. ആ മുളയുടെ മറ്റൊരു വശം അവൻ ഇലകൾ കൊണ്ട് മറച്ച് നല്ല രീതിക്ക് കെട്ടിവെച്ചു. പിന്നെ അതെല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ പുറത്ത് അവൻ അത് വെച്ചു. ഇപ്പൊ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാംബു ബിരിയാണി റെഡിയാണ്. നോക്കാം. ആ മുളകൾ തീയിൽ നന്നായിട്ട് എരിയാൻ തുടങ്ങി. ആ മുളകൾ മുഴുവനും കത്തിത്തീർന്നതിനു ശേഷം ആ ഗുഹ മുഴുവനും നല്ല സ്വാദുള്ള മണം വീശാൻ തുടങ്ങി. ബാംബു ബിരിയാണി റെഡിയായി തോന്നുന്നു സുഹൃത്തേ. ആസിഫ് ആ മുളകളെ പുറത്തെടുത്തു. പിന്നെ അത് 2 ഇലകളുടെ പുറത്ത് വെച്ചു. ആ മുള ശകലം തണുത്തതിനു ശേഷം അതിലുണ്ടായിരുന്ന ബിരിയാണി അവൻ ഇലകളിൽ തട്ടിവെച്ചു. കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായാലും എന്താ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. വരൂ, ആദ്യം കഴിക്കാം. 2 പേരും ആ ബിരിയാണി കഴിച്ചു നോക്കി. അവർക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അവർ 2 പേരും വളരെ സന്തോഷത്തോടെ ആ ബാംബു ബിരിയാണി കഴിക്കാൻ തുടങ്ങി. സുഹൃത്തേ, നീ ഇത്രയും അടിപൊളിയായിട്ട് ബാംബു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ എന്ത് പറയാനാ. വളരെ നന്ദിയുണ്ട്. നീ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ബാംബു ബിരിയാണി ഉണ്ടാക്കി കാശ് ഉണ്ടാക്കാലോ. സത്യാണോ? ഹാ, നിനക്ക് സമ്മതാണെങ്കിൽ നമുക്ക് 2 പേർക്ക് ചേർന്ന് ധാബ തുടങ്ങാം. ആഹാ, തീർച്ചയായും. മഴ കുറഞ്ഞതും തന്നെ നദിയിലുള്ള വെള്ളവും പറ്റി. പിന്നെ 2 കൂട്ടുകാരും എല്ലാ മുളകളും എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ അന്ന് അവർ ആ മുളകൾ വിറ്റില്ല. അടുത്ത ദിവസം 2 കൂട്ടുകാരും ചേർന്ന് ഗ്രാമത്തിന്റെ നടുവിലായി അവരുടെ ബിരിയാണി കട തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആശ്ചര്യത്തോടെ നോക്കി ഇവർ 2 പേരും ചേർന്ന് മുളകൾ വെച്ച് എന്തു ചെയ്യുകയാണെന്ന്. മോനെ, ഇത് എന്താ ഇത്? ഇത് ബാംബു ബിരിയാണിയാണ്, പനീർ കൊണ്ടുണ്ടാക്കുന്നത്. ബാംബു ബിരിയാണിയോ? എനിക്കൊരു പ്ലേറ്റ് തരും മോനെ. ഗ്രാമത്തിലെ ജനങ്ങൾ ആദ്യമായിട്ടാണ് ആ മുള ബിരിയാണി കഴിക്കുന്നത്. ഓ എന്റെ പൊന്നെ, എന്ത് രുചിയായിട്ടുണ്ടോ അറിയോ ആസിഫ് ഭായ്. ഇതുപോലുള്ള ബിരിയാണി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അടിപൊളി തന്നെ. അസീബിന്റെയും സുനിലിന്റെയും ആ ബംബു ബിരിയാണി ഗ്രാമം മൊത്തം ഫേമസ് ആയി. കസ്റ്റമേഴ്സ് ലൈനിൽ നിന്ന് ആ മുള ബിരിയാണി കഴിക്കാനായി വന്നു. അസീബിന്റെയും സുനിലിന്റെയും വരുമാനം പല മടങ്ങ് അധികരിച്ചു. പിന്നെന്താ, അസീബും സുനിലും മുളകൾ വെട്ടുന്നത് വിട്ടിട്ട് ബംബു ബിരിയാണി ചെയ്യാൻ തുടങ്ങി. അവർ 2 പേരും രാത്രിയും പകലും നോക്കാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് കേട്ട് ആളുകൾ അവരുടെ കടയിലേക്ക് വന്നു. പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ അവരുടെ ആ ചെറിയ കട ഒരു വലിയ റെസ്റ്റോറന്റായി മാറി. അവർ 2 പേരും പണക്കാരായി. ഇത് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല, ഇതുപോലെയൊക്കെ നമുക്ക് സംഭവിക്കുമെന്ന്. ഞാനിത് ആലോചിച്ചിട്ടേ ഇല്ല സുഹൃത്തെ. അന്ന് വന്ന മഴ കൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ മാറ്റി തന്നിരിക്കുന്നത്. ഹാ, അന്ന് മഴ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ പെട്ടിട്ടുണ്ടാവില്ല. ബാംബു ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ശരിയല്ലേ സുഹൃത്തെ? ഇതൊക്കെ മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൈവം എല്ലാവർക്കും മുമ്പ് തന്നെ തലയെഴുത്ത് എഴുതിയിട്ടുണ്ടാവും. നമ്മളൊക്കെ വെറും പാവകൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ കളിയിലാണ് നമ്മൾ കളിക്കുന്നത്. അതും ശരി തന്നെ. ആ മുള ബിരിയാണി അസീബിന്റെയും സുനിന്റെയും ജീവിതം തന്നെ മാറ്റിമറിച്ചു. അവർക്ക് 2 പേർക്കും ജീവിതത്തിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായി. കഷ്ടത്തിൽ നിന്നാണ് നമുക്ക് നല്ലതെല്ലാം കിട്ടുന്നതെന്ന്. പിന്നെ ആർക്കറിയാം എപ്പോഴാണ് ആർക്ക് നല്ലത് വരുന്നതെന്ന്.